എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മത്തങ്ങയും അച്ചിങ്ങയും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒറ്റ വിസിൽ സൂപ്പർ ടേസ്റ്റുള്ള വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വലിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. മത്തങ്ങ ഇതിന് വേണ്ടി എടുക്കുമ്പോൾ ഒരുപാട് വിളയാത്ത നല്ല നാടൻ മത്തങ്ങ നോക്കിയെടുക്കാം. അപ്പോൾ അതാകുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് മത്തങ്ങ. വയറിനൊക്കെ നല്ലതാണ്. അതുപോലെ ദഹനമൊക്കെ പെട്ടെന്ന് തന്നെ നടക്കും. തൊലിയെല്ലാം കളഞ്ഞ് അത്യാവശ്യം വലിപ്പമുള്ള ഓരോ പീസസായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി തന്നെ കട്ട് ചെയ്തതാണ്. ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരക്കപ്പോളം പൊളിച്ചെടുത്ത അച്ചിങ്ങയുണ്ട്. ഇതിൽ കുറച്ചൊക്കെ നമുക്ക് ഒടിച്ചെടുക്കുന്ന പരുവത്തിലുള്ളതുണ്ടായിരുന്നു. അത് ഒടിച്ചിട്ടിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി നേരത്തെ കുക്കറിലിട്ട് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ കൂടെ ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേകാൻ ആവശ്യമായ ഇത് കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പും കൂടി തയ്യാറാക്കാം. ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ചതച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അരപ്പും ചേർത്ത് കൊടുത്ത് ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്കും തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ അതാ ഒരു വിസിൽ കേട്ടു. പ്രഷറൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അച്ചിങ്ങയും മത്തങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതേപോലെ നല്ല രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള മത്തങ്ങ അച്ചിങ്ങ കറി. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലൊന്ന് കറി വെച്ച് കൊടുത്തു നോക്കൂ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.